യുവതിയെ തട്ടിക്കൊണ്ടുപോയി. നഗരത്തിലെ വ്യവസായ പ്രമുഖരും കോടീശ്വരനുമായ MRCയുടെ ഏകമകളെ സിറ്റി ടൈഗേഴ്സ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ഗൂഢസംഘം തട്ടിക്കൊണ്ടുപോയതായി അറിയുന്നു. കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസ് നഗരം മുഴുവൻ വലവീശി കഴിഞ്ഞിരിക്കുന്നു. പത്രത്തിലൊക്കെ വന്ന എല്ലാരും അറിയില്ല രാമേന്ദ്ര. പിന്നെ എല്ലാരും അറിയാൻ വേണ്ടിയിട്ടില്ല ഓരോന്ന് പത്രത്തിൽ വരുന്നത്. അല്ല, എല്ലാരും അറിഞ്ഞ്, പോലീസൊക്കെ അറിഞ്ഞ്. നിനക്ക് തീരെ പേടിയില്ലേ? എന്താ, നിനക്ക് പേടിയുണ്ടോ? എനിക്ക് കുറച്ച് പേടിയുണ്ട്. പിന്നെ എന്തിനാ എല്ലാത്തിനും എന്റെ കൂടെ തന്നെ നിന്നത്? നാട്ടിലേക്കാണ് കെട്ടിയെടുക്കരുതായിരുന്നോ? ഞാനിത് ആദ്യമായിട്ടില്ല രാമേന്ദ്ര. ഓ, പിന്നെ എന്റെ സ്ഥിരം തൊഴിലല്ലേ ഇത്. എനിക്ക് പോലീസിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ അവര് നമ്മളെ പിടിച്ചാൽ ശരിക്കും ഉപദ്രവിക്കില്ലേ? ആ, ഉപദ്രവിച്ചൊന്നും വരും. പക്ഷെ പോലീസ് വരുന്നതിന് മുമ്പ് MRC മുഴുവൻ പണവും മേടിച്ച് നമ്മളിവിടെ പറഞ്ഞു വെച്ചിരിക്കണം. എനിക്കൊരു സമാധാനമില്ല. നമ്മൾ അവളെ ഇപ്പൊ തന്നെ അങ്ങോട്ട് പറഞ്ഞേച്ചാലോ? എടാ, അവള് പോലീസിൽ വിവരം അറിയിച്ചാൽ നമ്മൾ അകത്താകലട വിട്ടി. ചെട്ടിയാര് വരും. നീ കേട്ടല്ലേ അയാൾ പറഞ്ഞേക്ക്. ഈ കൂട്ടത്തിൽ ആ ചെട്ടിയാരെയും തട്ടിക്കൊണ്ടുവരായിരുന്നു എങ്കിൽ അത്രയും സമാധാനം. കഴുതേ രാമേന്ദ്ര, മിസ്റ്റർ, ഒന്ന് ചിലക്കാരിക്കടി പിശാശേ. എന്റെ കൈയെല്ലാം വേദനിക്കുന്നു. കയറുകൊണ്ട് കിട്ടിയ കൈ വേദനിക്കും, അത് സാധാരണയാ. ഞാൻ വിളിച്ചു പോകും പറഞ്ഞേക്കാം. അയ്യ, നിന്റെ പട്ടി വരും. നീ വിളിച്ചു പോയി കേൾക്കാൻ ഇവിടെ പരിസരത്താരും താമസമില്ലടി. എടാ കൊരങ്ങ, മര്യാദയ്ക്ക് എന്നെ കെട്ടയക്ക്. എന്താ അത്ര കിളിക്കാൻ? എടി, നിനക്ക് ഞാൻ ആരാണെന്നറിയാമോ? ആരാടാ നീ? കളിക്കരുത്. എനിക്ക് ദേഷ്യം വന്ന ഒരൊറ്റ ചവിട്ടിനെ കൊന്നു കുഴിച്ചും കൂടി ഞാൻ. ആഹാ, കുഞ്ഞുകുട്ടാ, നീ ഇവിടെ നോക്കിക്കോ, ഞാൻ ഇപ്പൊ വരാം. ആഹാ, എന്താ ഇത്? ഇതാണ് കെനി ട്രാപ്പ്. ഇവിടെ കോയി കല്ലന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. കല്ലന്മാരെ പിടിക്കാൻ വേണ്ടി ഒരു പുതിയ വിദ്യ പരീക്ഷ നോക്കുക. രാത്രിയിൽ ഒലിച്ചു വരുന്ന കല്ലന്മാര് ഇവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചവിട്ടിയാ മതി, ആ നിമിഷം ട്രാപ്പിൽ വീഴും. ഹൗ ഇസ് മൈ ഐഡിയ? ഫാന്റാസ്റ്റിക്. പക്ഷെ അവിടെ തന്നെ ചവിട്ടണം. അങ്കിളുടെ ഒരു ഐഡിയ. താങ്ക് യു വെരി മച്ച്. രാമചന്ദ്രൻ ആ പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. ഹേയ്, നല്ല കാര്യായി. അത് ഉടനെ ശരിയാവും. പിന്നെ എന്താ? എനിക്കിപ്പോ ബിസിനസിന്റെ ആവശ്യത്തിനൊരു ഫോൺ അത്യാവശ്യമാണ്. ഫോണില്ലാതെ ഒന്നും നടക്കുന്നുമില്ല. അതെ അതെ, അത്യാവശ്യമാണ്, വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഫോണുള്ള ഒരു ഫ്ലാറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് മാറിയാലോ? വെരി ഗുഡ് വെരി ഗുഡ്. മാറാനോ? അത് വേണ്ട, ഞങ്ങളുടെ ഫോൺ ഉപയോഗിക്കാം. അതെ, മുകളിൽ പ്ലഗ് പോയിന്റ് ഉണ്ടല്ലോ, ഞങ്ങളുടെ ഫോൺ എടുത്ത് അവിടെ വെക്കാം. ഞങ്ങൾക്ക് അധികം ഫോൺ കോൾസ് വരാറില്ല. ഫോണിന്റെ പേരും പറഞ്ഞ് താമസം മാറ്റണ്ട. യു ക്യാൻ യൂസ് മൈ ഫോൺ. എന്താ കുട്ടി ഭയപ്പെടുമൊന്നും വേണ്ട കേട്ടോ. അവൻ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ കൊല്ലൂന്നൊക്കെ. കൊല്ലൊന്നുമില്ല. എന്നെ ഇങ്ങനെ ചിലപ്പോ ഓരോന്നൊക്കെ പറഞ്ഞ അവൻ പേടിപ്പിക്കാറുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല, അവൻ ആള് വെറും പാവാ. എന്തിനാ എന്നെ കിഡ്നാപ്പ് ചെയ്തത്? എന്താ? എന്തിനാ എന്നെ തട്ടിക്കൊണ്ട് വന്നതെന്ന്? ഓ, അങ്ങനെ. അത് കുട്ടിയെ തട്ടിക്കൊണ്ടു വന്ന കുട്ടിയുടെ അച്ഛൻ ചോദിക്കുന്ന പണം തരുന്ന ഒരാള് പറഞ്ഞേ. ഞങ്ങൾക്കാണെങ്കിൽ പണത്തിന് വളരെ അത്യാവശ്യമുണ്ട്. വാടക കൊടുക്കണം, ചെട്ടിയാർക്ക് കൊടുക്കണം. താഴത്തെ വീട്ടുകാരുടെ കാരുണ്യം കൊണ്ടാ വാടക കൊടുക്കാതെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കഴിയുന്നത്. കുട്ടിയുടെ അച്ഛൻ പണം തരുമല്ലേ? തരും തരും. എന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടായിരുന്നേ. കോവിലകത്തുനിന്ന് വരുമ്പോ തോർത്ത് കെട്ടി. അച്ഛനെ അറിയാതെയല്ല, അച്ഛൻ തന്നെ തന്നതാണ്. അത് വരിക്കച്ചക്ക വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോയിരുന്ന സമയത്ത് 2-3 ആളുകൾ വന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതൊന്നും ചെയ്യില്ലായിരുന്നു. താനിങ് വാ, അടുത്തേക്ക് വാ. എന്താ കുട്ടി? താനീ കെട്ടെന്ന് അഴിക്കോ? അത് വേണ്ട, രാമേന്ദ്രൻ എന്നെ കൊല്ലും. അഴിക്കടോ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അയ്യോ അയ്യോ, എന്താ ഈ കുട്ടി എന്റെ പറയാൻ പാടില്ല സ്ഥലത്ത് ചവിട്ടിയേ. നീ എന്തിനാണ് അവളുടെ അടുത്ത് പോയത്? എന്തിനാണ് അവനെ ചവിട്ടിയത്? വേണമെങ്കിൽ നിന്നെ ചവിട്ടും. നിന്റെ കാല് രണ്ടും വെട്ടി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും ഞാൻ. തനിക്ക് അതിനുള്ള ധൈര്യമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എടി, നിനക്കെന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാ. 30 വരെ കൊന്നവനാ ഞാൻ. 31ാമത്തെ പെണ്ണായിരിക്കുന്ന എന്റെ ജാതകത്തില്. നീ പോടാ വെള്ള കുറഞ്ഞ. ചിമ്മിണ്ടായിരിക്കടി ഈനാമ്പേച്ചി. നിന്റെ എല്ലില്ലാത്ത നാവിന്റെ ചെലക്കിലിയാ നിർത്തി തരാടി. നിന്റെ തന്ത കള്ളൻ MRCയെ ഞാനൊന്ന് വിളിച്ചോട്ടെ. അയാള് പോലീസിനെയും പത്രക്കാരെയൊക്കെ വിവരം അറിയിച്ചിട്ട് ബുദ്ധിമാൻ ചമഞ്ഞിരിക്കുക. തന്തയും മോൾ അനുഭവിക്കുന്നു നോക്കിയോ. നിങ്ങൾ കാണിച്ച് ഭയങ്കര ബോറായി പോയി. ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും. നീ എന്നെ പേടിപ്പിക്ക. എന്റെ മോക്ക് വല്ലതും സംഭവിച്ചാൽ അങ്ങനെ വഴിക്ക് വാ. ഒന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. 5 നയാ പൈസ ഞാൻ തരത്തില്ല റാസ്കൽ. മിസ്റ്റർ MRC, നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും നിങ്ങളുടെ മകൾ ഇവിടെ സുഖമായിട്ട് കഴിയുകയാണെന്ന്. വെറുതെയാണ് മിസ്റ്റർ. ഓരോ നിമിഷവും ക്രൂരമായ പീഡനങ്ങളേറ്റവൾ പുളയുകയാണ്. വേണമെങ്കിൽ കുട്ടിയുടെ കരച്ചിൽ കുറിച്ച് കേട്ടോളൂ. കരയടി.
എനിക്ക് മനസ്സില്ല. എടീ കരയാനാ പറഞ്ഞത്. താനാരാ എന്നെ കരയിക്കാൻ? കരയാൻ പറഞ്ഞാലും പോടാ. കരച്ചില് കേട്ടില്ല അല്ലേ? കേൾക്കില്ല. കരയാൻ പോലും അശക്തിയായി കിടക്കുകയാണ് അവൾ. എടാ ടൈഗർ, നീ ജയിലിൽ പോകാൻ ഒരുങ്ങിക്കോ. സിറ്റി ടൈഗേഴ്സ് അത്ര മണ്ടന്മാരൊന്നുമല്ല. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിക്കും. എനിക്ക് എസ് ഓർണോ കിട്ടിയിരിക്കണം. Stop. മറിയോ? എന്താ ഇത്? എന്തിനാ കരയുന്നേ? അല്ല അതിനെന്ത് ഇൻസ്പെക്ടർ, എന്റെ മോള്. നോ 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 നോ, ആ കണ്ണുകൾ തുടയ്ക്കാം മാർസി. ഒരു മകള് നഷ്ടപ്പെട്ട അച്ഛന്റെ വികാരം എനിക്കറിയാം. ഞാൻ ഉറപ്പ് തരുന്നു, അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ മകളെ ഞാൻ ഇവിടെ എത്തിക്കും. അതോർക്കുമ്പോഴേക്ക് കൂടുതൽ വിഷമം. എന്താ മകള് തിരിച്ചു വരുന്നുണ്ടോ? അതല്ല, അവളെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തിനിടയ്ക്ക് അവക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഇൻസ്പെക്ടർ. എന്താ ഇത് മാർസി? കൊച്ചുകുട്ടികളെ പോലെ പ്ലീസ്. സിറ്റി ടൈഗേഴ്സ് ആയിരിക്കും. അല്ല, അത് സെയിൽ ടാക്സി ഞാൻ എടുക്കാം. സിറ്റി ടൈഗേഴ്സ്. ആ, സെയിൽസ് ടാക്സ് അല്ല, സിറ്റി ടൈഗേഴ്സ് ആണ്. MRC ശബ്ദത്തിൽ ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? MRC ആണല്ലോ. എന്താ ടൈഗറിന് സംശയം തോന്നുന്നുണ്ടോ? എന്തായി തീരുമാനം? നാളെ പറഞ്ഞ സംഖ്യ തരാൻ പറ്റുമോ? തരാമല്ലോ. നാളെ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. അപ്പൊ കുറച്ചു മുമ്പ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഏത് കയറോഫില? അങ്ങനെ പറഞ്ഞു? തരില്ല എന്ന് പറഞ്ഞോ? കള്ളം പറയാ ടൈഗർ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കേട്ടതിൽ തെറ്റിയതായിരിക്കും. ആ, എന്ത് പുല്ലെങ്കിലും അപ്പൊ നാളെ എങ്ങനെ എക്സ്ചേഞ്ച്? അത് നാളെ രാവിലെ കൃത്യം 7 മണിക്ക് സുഭാഷ് നഗറിലുള്ള ചതുപ്പ് നിലത്തിനടുത്ത് ഞാൻ പെട്ടിയുമായി എത്താം. ഏത് പെട്ടി? പണപ്പെട്ടി. അവിടെ പുള്ളിയുടെ മകളുമായി. ആരുടെ മകള്? എന്റെ മകള്, ഏക മകൾ ആശ. നിങ്ങൾ അവളുമായിട്ട് അവിടെ എത്തണം. ശരി, അപ്പൊ നാളെ രാവിലെ സുഭാഷ് നഗറിൽ കാണാം. നല്ല ബുദ്ധി തോന്നിന് നന്ദി. MRC പോലീസോ പട്ടാളോ വല്ലോ ഉണ്ടെങ്കിൽ. അയ്യോ, ഒരിക്കലും ഇല്ല. എന്നെ വിശ്വസിക്കൂ, MRC ആണ് പറയുന്നത്. ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നേ? ഞങ്ങൾ ഓഫീസിൽ നിന്നാ. ആ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് വിളിക്കാനാ. അവിടുത്തെ ഫോൺ നമ്പർ എത്ര? അത് 354. അതൊക്കെ പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാ മതി. പൂഞ്ഞാർ. സിറ്റി ടൈഗേഴ്സ് ആവശ്യപ്പെട്ട കാശ് റെഡിയാക്കിക്കൊള്ളുക. അള്ളായുടെ കൃപയുണ്ടെങ്കിൽ നാളെ രാവിലെ എല്ലാം ശുഭമായി അവസാനിക്കും. പണമെന്ന് പറഞ്ഞ 1.5 ലക്ഷം. ഉം. ഈ മോളിലും താഴെ നോട്ട് വെച്ചിട്ട് ഇടയ്ക്ക് പേപ്പർ വെച്ചാ പോരെ? നോ 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 നോ, ഇപ്പോഴത്തെ കിഡ്നാപ്പേഴ്സിനെ മിസ്റ്റർ MRCക്ക് അറിയില്ല. ദേ ആർ സയന്റിഫിക്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അവരത് കണ്ടുപിടിക്കും. പരീക്ഷണത്തിന് മെനക്കെടണ്ട. പണം റെഡിയായിക്കൊള്ളുക, ഇല്ലെങ്കിൽ മോള് ക്ലീൻ ഔട്ട്. അയ്യോ, എന്റെ മോള്. കരയല്ലേ MRC, കരയല്ലേ? അല്ല, നാളെ രാവിലെ പിടികിട്ടുമല്ലേ? 3.5 തരം. അതിനുവേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓവർ ഓവർ. ഹലോ. ആ, സാമജിയാ. എന്താ വിശേഷം? അയാള് പണം തരാന്ന് പറഞ്ഞല്ലേ? ഇല്ലല്ലോ. കള്ളം പറയാതെ മോനെ, എനിക്കറിയാം. ശരി, പറഞ്ഞു, എന്താ കാര്യം? ആ ഫോൺ ചെയ്തത് MRC അല്ല, SI അബൂ ഹസനാ. പോലീസിന്റെ വലയിൽ പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ നാളെ പോകരുത്. പോയാ നിങ്ങൾ അകത്താ. വിശ്വാസവഞ്ചന കാണിച്ചാൽ ആ പെണ്ണിനെ ഇന്ന് തന്നെ അങ്ങ് തട്ടിയര്. അയാളൊന്ന് പഠിക്കട്ടെ. ഇതെല്ലാം അത്ര വ്യക്തമായിട്ട് അറിയാം. നിങ്ങളാരാ? ദൈവോ? തൽക്കാലം അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് ബുദ്ധി. സ്വാമിജി, ഇനി ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഉപദേശം സിറ്റി ടൈഗേഴ്സിന് ആവശ്യമില്ല. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം, എങ്ങനെ നീങ്ങണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. വെക്കട്ടെ? ഇനി ഇങ്ങോട്ട് അധികം വിളിച്ച ബുദ്ധിമുട്ടൊന്നുമില്ല. ഹലോ ഹലോ. ഉം. ഉം.
അബു ഹസൻ എല്ലാം റെഡിയായോ? യെസ് സർ. ടെൻഷന് വാച്ച് കിട്ടാനും മറന്നു. സമയം എന്തായി? ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ബി റെഡി. യെസ് സർ. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് സിറ്റി ടൈഗേഴ്സ് നമ്മുടെ വലയിൽ വീഴും. ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറായിക്കൊള്ളുക. ഓവർ ഓവർ. ഓക്കെ സർ. അബു ഹസൻ MRC എത്തിക്കഴിഞ്ഞു. കഷ്ടിച്ച് ഒരു സെക്കൻഡ് മാത്രം. സിറ്റി ടൈഗേഴ്സ് വരാൻ സമയമായി. ഓവർ ഓവർ. വേഷം മാറി വന്നിരിക്കുകയാണല്ലേ. നാട്ടുമ്പുറത്തുകാരുടെ വേഷത്തിൽ വന്നാൽ ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ വിട്ടികളെ? അബു ഹസൻ നീ റെഡി? സിറ്റി ടൈഗേഴ്സ് എത്തിക്കഴിഞ്ഞു. മുന്നിൽ നടക്കുന്ന കൊമ്പൻ മീശക്കാരൻ വയസ്സിന്റെ കയ്യിൽ വാക്കിംഗ് സ്റ്റിക്കുള്ള സാധനമുണ്ട്. അത് മോസ്റ്റ് മോഡേൺ മെഷീൻ ഗണ്ണാണ്. തേങ്ങാ പോലൊരു സാധനം കയ്യിലുള്ളത് ഡൈനാമിറ്റോ ബോംബോ ആയിരിക്കും. അവരുടെ മൂവ്മെന്റ് ശ്രദ്ധിക്കുക. ഇനി എങ്ങനാ പോകേണ്ടത് പണിക്കരെ? എങ്ങോട്ടാന്ന് ചോദിച്ചാ കിഴക്കോട്ടെന്നല്ലേ പ്രശ്നത്തെ കണ്ടത്. കിഴക്ക് എവിടെ? അതിപ്പോ എങ്ങനെ അറിയാം? കിഴക്ക് അടിഞ്ഞാറ് കിട്ടിയാ പറയായിരുന്നു കിഴക്ക് എവിടെയാന്ന്. എന്താ ഇടോ ഒന്നുകൂടെ നോക്കാൻ പണിക്കരെ. നടന്ന് നടന്ന് തളർന്നു. ഓ വയ്യേ വയ്യ. നോക്കാനൊന്നും ഇല്ല, എന്നാലും തമ്പുരാന് വേണ്ടി ഒന്നുകൂടി നോക്കാം. അമ്മേ നാരായണ. അല്ലാ, ബോംബ് വെക്കാനുള്ള ശ്രമമാണല്ലോ. എന്താ അവരുടെ ഉദ്ദേശം? ഓവർ ഓവർ. ഹലോ, ബോംബ് ബോംബ്. ഓവർ ഓവർ. കണ്ടില്ലേ തെളിഞ്ഞിരിക്കണത്? ഇനിയും കിഴക്കോട്ട് തന്നെയാ. ഇനി കിഴക്കോട്ട് പോയ അറബിക്കടലിലെത്തും. എന്ന് തുടങ്ങിയ നടപ്പാണ്. നടപ്പാണ്. എപ്പോഴാ തീരുക? ഇനി ഉടനെ കണ്ടുകിട്ടുന്നത് വരെ എന്താ എന്താ ഇനിയിപ്പൊ കിഴക്ക് എവിടാന്ന് എങ്ങനെ അറിയാ? കിഴക്ക് ഓടോ അതാ നിക്കണ. അതാ അവർ MRC ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. അവർ മൂവ് ചെയ്ത് തുടങ്ങി. Come on, arrest them, fire! അയ്യോ എന്റെ അച്ഛൻ. മാറ്റടാ തോക്ക്. നിന്നെ ഒന്നും എന്റെ കൈ കിട്ടില്ലെന്ന് വിചാരിച്ചോ? ഈ മീശപ്പൊക്കെ അകത്തിട്. മാർച്ച് 17 കാണാതായ കേണൽ നമ്പ്യാരുടെ ഭാര്യ ലീല, മെയ് 4 കാണാതായ ബാങ്കർ മൂസ ഹാജിയുടെ മകൾ സുഹറ, ജൂൺ 12 13 ഇടയ്ക്ക് സെന്റ് മൈക്കൽസ് കോൺവെന്റിൽ നിന്ന് അപ്രത്യക്ഷരായ നീന, നീത്തു എന്ന 2 പിഞ്ച് പെൺകുട്ടികൾ. പറയടാ, ഇനിയും തെളിവുകൾ കിട്ടിയിട്ടില്ലാത്ത മേൽപ്പറഞ്ഞ കിഡ്നാപ്പിംഗ് കേസുകൾ മുഴുവൻ ചെയ്തത് നിങ്ങളല്ലേ? എന്തൊക്കെയാ നിങ്ങൾ പറയണത്? ഒരു പിടിയും കിട്ടലില്ല. വേണ്ട. സിറ്റി ടൈഗേഴ്സ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാമൂഹ്യ വിരുദ്ധരെ ഈ അബു ഹസന്റെ മുന്നിൽ ഒന്നും മറച്ചു വെക്കണ്ട. ഈ വിവരക്കേട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? എവിടെയാ പെൺകുട്ടി? പെൺകുട്ടിയല്ല, ആൺകുട്ടിയാണ്. ഓഹോ, അപ്പൊ ആൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തോ? എവിടെയവർ? വീടും വിട്ട് പ്രായമായ അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ ഓടിപ്പോയ എന്റെ ഏക മകൻ കുഞ്ഞുകുട്ടനെ അന്വേഷിച്ചിറങ്ങിയവരാ ഞങ്ങള്. 30ാമത്തെ പിറന്നാളിന് മുമ്പായി വാഹനാപകടം ഉണ്ടാവാൻ യോഗ ഉണ്ടെന്നാണ് ജാതകത്തിൽ. വണ്ടിയും കാറൊക്കെ ഉള്ള സ്ഥലല്ലേ, എന്ത് പറ്റിയെന്നറിയാൻ വന്നതാ. ജീവൻ പോയിട്ടില്ലെങ്കിൽ തിരിച്ചു വിളിച്ചോണ്ട് പോണം. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലഞ്ചേരി ഭഗവതി ആണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? വാ തുറക്കാൻ സാറ് സമ്മതിച്ചിട്ട് വേണ്ടേ? അല്ലേ വലിയ രാമൻ നായരെ? അതെ, ചെറിയ രാമൻ നായരെ. ക്ഷമിക്കണം, ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. അതുപോട്ടെ അങ്കിൾ, നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ഇന്നു മുതൽ എന്റെ മുഴുവൻ അല്ല പകുതി ശ്രദ്ധ ഈ കേസിലായിരിക്കും. ബാക്കി പകുതി ഞാൻ മറ്റൊരു കേസിനായി മാറ്റിവെച്ചിരിക്കുകയാണ്.
എവിടെയാ നിങ്ങളുടെ മകൻ? അതല്ലേ ഞങ്ങൾ ഇങ്ങനെ തേടി നടക്കണത്. ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? തമ്പുരാനെ ഫോട്ടോ ചെല്ല ഫോട്ടോ. പിഞ്ചു കുഞ്ഞാണല്ലേ? അയ്യോ അല്ല, 30 വയസ്സാകാൻ പോവാ. ഓഹോ, ഇത് കുഞ്ഞുനാളിലെ ഫോട്ടോവാ, അത് വെച്ചങ്ങ് കണക്കൂട്ടിയാ മതി. ഓഹോ. ഇപ്പൊ കണ്ടാ എങ്ങനെ ഇരിക്കും? വല്യമ്പുരാനെ മുറിച്ച മുറി. ശരി, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. എത്രയും വേഗം മകനെ കണ്ടുപിടിക്കാൻ പടച്ചോ നമ്മളെ സഹായിക്കട്ടെ. ഞാനും സഹായിക്കാം. എടി ഞാൻ അത്ര മണ്ടൊന്നുമല്ല. നിന്റെ ആ പെരട്ട് കിളവ തന്തയുണ്ടല്ലോ, അവൻ ഞങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കി. നിന്നെ കൊല്ലാതെ വിടുമെന്ന് വിചാരിക്കണ്ട. എന്റെ കുന്തം വേണേലും ചെയ്യ്, എനിക്ക് വിശന്നിട്ട് വയ്യ. ഭക്ഷണം കിട്ടിയില്ലെങ്കിലേ ഞാൻ ഉറക്കം നിലവിളിക്കാൻ പറഞ്ഞേക്കാം. ആ സെക്കൻഡിൽ നിന്നെ കൊന്നിരിക്കും. പിന്നെ എന്നെ കൊല്ലാൻ മൂർച്ചയുള്ള ഒരു പിച്ചാത്തിയെങ്കിലും ഇവിടെ ഉണ്ടോ? അയ്യ, നിന്നെ പോലെ നീർക്കൊല്ലിയ കൊല്ല എന്തിനടി കത്തി? ഈ കോഴിയൊക്കെ കൊല്ലുന്നവരെ കഴുത്തിരിച്ച് കൊന്നുകളെ ഞാൻ. ഇങ്ങ് വാടാ കഴുത്തിനിരിക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 1 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിലേ ഞാൻ ഒച്ചയിടും. താഴെ ആളുകൾ താമസിക്കുന്നുണ്ടെന്നേ എനിക്കറിയാം. പിന്നെ താൻ ചെട്ടിയാരുടെ കാശും വീട്ടുവാടകയും ഒക്കെ കൊടുക്കും. താഴെ ആളുകൾ താമസിക്കുന്നവരെ നീ അവളോട് പറഞ്ഞു അല്ലേ? പറഞ്ഞു. അതിനെന്താ? അവസാനം നീ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും അല്ലടാ? രാമേന്ദ്ര ദേഷ്യപ്പെടല്ലേ. അല്ലെ തന്നെ അച്ഛനെ കണ്ടത് മുതൽ മനസ്സിന് ആകെ ഒരു സമാധാനം ഇല്ലാണ്ടിരിക്കുക. എന്നാ അച്ഛനെ കൂടെ അങ്ങോട്ട് പോരുന്നില്ലേ? മനുഷ്യനിവിടെ തീയും ചവിട്ടി നിൽക്കുക. അപ്പോഴാ അവന്റെ ഒരു അച്ഛനും കുച്ചനും. ഞാൻ ആ MRC ഒന്ന് കാണാൻ പോവാ. അവസാന കയ്യിൽ നിന്ന് നോക്കട്ടെ പണം കിട്ടുമോ ഇല്ലയോന്ന്. ഞാൻ വരട്ടെ. അപ്പൊ ഇവിടെ കാവലിനാരാ? നിന്റെ മറ്റവനോ? മര്യാദയ്ക്ക് അവളെ നോക്കി ഇവിടെ ഇരുന്നോണം. എന്താ? ദയവ് ചെയ്ത് കുട്ടി ഒച്ചയൊന്നും ഉണ്ടാക്കല്ലേ. ആളുകൾ അറിഞ്ഞാ ഒക്കെ തീരും. പോലീസ് വരും, പിടിച്ചോണ്ട് പോകും. അവര് നല്ലതുപോലെ ദേഹോദ്രവേൽപ്പിക്കുകയും ചെയ്യും. അതേ, ഞാൻ ആ വെള്ളക്കുരങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അത് പോട്ടെ, തനിക്ക് വിശക്കുന്നില്ലേ? വിശപ്പൊക്കെ കലശലായിട്ടുണ്ട്. പക്ഷെ എന്താ കാര്യം? ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ ഒരു ചില്ലിക്കാശും ഇല്ല. കാശ് ഞാൻ തരാം. എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിട്ട് വരുമോ? അയ്യോ, കാശുണ്ടെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും പോയി എന്തും വാങ്ങിച്ചോണ്ട് വരാം. എന്താ? ഹലോ. അതെ, വാ. താങ്ക് യു. കാര്യങ്ങളെല്ലാം അറിഞ്ഞു സാർ. എന്ത് കാര്യങ്ങള്? സാറിന്റെ മകളെ സിറ്റി ടൈഗേഴ്സ് തട്ടിക്കൊണ്ടുപോയ കാര്യം. ഞങ്ങളെ സാറിന് സംശയം പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തിനു സംശയം? അല്ലെങ്കിൽ ദുരന്തം ഇവിടെ സംഭവിച്ചിട്ട് ഞാനും എന്റെ സുഹൃത്തും ഒന്ന് തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞാൽ ആരായാലും സംശയിച്ചു പോകും സാർ. ഇടയ്ക്ക് ബോംബെ വരെ ഒന്ന് പോയിരുന്നേ. ഇപ്പൊ വരുന്ന വഴിയാ. ഈ ബിസിനസിന്റെ ഒരു ബുദ്ധിമുട്ട്. നിങ്ങൾ സ്വല്പം ബുദ്ധിമുട്ടിലാണെന്നറിയാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് സാർ. ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ബോംബെയിൽ നിന്നും വരുന്ന വഴി ട്രെയിനിൽ വെച്ചൊരു ചെറുപ്പക്കാരുമായി പരിചയപ്പെട്ടു. സംസാരിച്ചു വന്ന കൂട്ടത്തിലാണ് അറിയുന്നത് അയാൾ സിറ്റി ടൈഗേഴ്സിന്റെ വർക്കറാണെന്ന്. എന്തിന്റെ വർക്കറാ? സിറ്റി ടൈഗേഴ്സ്. ഓ, അവര്. എന്നിട്ട് സാറിന്റെ മകളുടെ കാര്യവും സംസാരിച്ച കൂട്ടത്തിൽ വന്നു. അവരാകെ കോപിച്ചിരിക്കുകയാണ് സാർ. സാർ വിവരങ്ങൾ പോലീസിൽ അറിയിച്ചത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കുട്ടിയെ കൊല്ലും എന്ന് അവരെന്നോട് പറഞ്ഞു. അവരങ്ങനെ തീർത്തു പറഞ്ഞു? പറഞ്ഞു സാർ. പക്ഷെ ഞാനൊരു തരത്തിൽ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. പണം എന്റെ തന്ന ഞാൻ തന്നെ സിറ്റി ടൈഗേഴ്സിനെ കണ്ട് മോളെയും കൂട്ടി ഇങ്ങോട്ട് വരായിരുന്നു. മോളെ കൊണ്ടുവരണം. അവര് ചോദിക്കുന്ന ഇരട്ടി പണവും ഞാൻ കൊടുക്കാം. പക്ഷെ കൊണ്ടുവരുന്ന ജീവനോടെ ആയിരിക്കരുത്. എന്താ സാർ ഈ പറയുന്നത്? അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. സാർ ഇത്ര മനുഷ്യത്വമില്ല സംസാരിക്കരുത്. എന്തൊക്കെയായാലും ഞാൻ എന്നെ മനുഷ്യത്വം പഠിപ്പിക്കണ്ട. പറഞ്ഞ പോലെ ചെയ്താൽ മതി. സാർ സിറ്റി ടൈഗേഴ്സ് അത്രക്കാരല്ല. തനിക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. അവർ പാവങ്ങളാണ് സാർ. പണം കിട്ടുമെന്നറിഞ്ഞാൽ ഏത് പട്ടിയും ചെയ്യവിടോ? സാർ, സ്വന്തം മകളെ ആരോ തട്ടിക്കൊണ്ടുപോയി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അവർ ആവശ്യപ്പെട്ട നിസ്സാരമായ ഒരു തുക കൊടുത്ത് മകളെ രക്ഷിക്കേണ്ട ഒരു അച്ഛൻ എന്റെ മകളെ കൊല്ലൂ, അവളുടെ ശവമാണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞ ക്രൂരത കുറച്ച് കൂടുതലാണ് സാർ. ഞാൻ സ്വല്പം ക്രൂരനാ. എനിക്കൊരൊറ്റ തീരുമാനമേ ഉള്ളൂ. അത് ഞാൻ തന്നോട് പറഞ്ഞു കഴിഞ്ഞു. നടക്കില്ല സാർ. അത് നടക്കില്ല. ഇല്ല.
എങ്കിൽ അവന്മാരുടെ ശവം കൂടെ ഞാൻ എടുക്കേണ്ടി വരും. സിറ്റി ടൈഗേഴ്സിനെ പേടിപ്പിക്കരുത്. Shut up. യു ഷട്ട് അപ്പ്. എന്റെ വീട്ടിൽ കയറുന്നു, എന്നോട് അട്ടിക്കരുന്നു. എറണാകുളത്ത് ഇറങ്ങായി മിസ്റ്റർ. താനായി തന്റെ മകളായി. തനിക്കും തന്റെ മകൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു ചുക്കുമല്ലോ. പേടിപ്പിക്കലോ. വെറുതെ അല്ല മോളെ കരക്കാരെ തട്ടിക്കൊണ്ടുപോയത്. തെണ്ടി. അതെ, തുക ഇത്തിരി കുറച്ചാവുന്ന അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? തുക അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തോന്ന് കിഡ്നാപ്പേഴ്സാ ഇവനൊക്കെ. പറഞ്ഞ വാക്കിൽ ഉറച്ചിക്കാൻ വേണ പോടാ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ തന്റെ കാര്യം പോക്കാടൂ.